ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവിടെയും നല്ല മഴയാണല്ലേ? ഇവിടെയും നല്ല മഴയാണ്. പക്ഷേ ഇന്ന് എന്തോ അത്യാവശ്യം തെളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഒരു ഉണർവായി പഠിക്കാനായിട്ട്. കാരണം ഇങ്ങനെ ഈ മഴ പെയ്ത് മൂടി കെട്ടിനൊക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലാണ് എനിക്ക് കേട്ടോ. പക്ഷേ മഴ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടായിരിക്കും. പക്ഷേ എനിക്കെന്തോ ചെറുപ്പത്തിലൊക്കെ മഴ ഭയങ്കര ഇഷ്ടമായെങ്കിലും വളർന്ന് വലുതായപ്പോൾ മഴ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വൈബാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ഞാനിവിടെ പഠിക്കാനൊക്കെ ഇരുന്നു. ഞാൻ എൻ്റെ സിലബസൊക്കെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ തലേദിവസം തന്നെ ഇന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ് എത്ര മണിക്കൂർ വെച്ച് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ടൈം ടേബിളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇനി പഠിക്കാതിരിക്കുമ്പോഴാണ് അത് സെറ്റ് ചെയ്യാതിരിക്കുന്നത് വെച്ചാൽ അത് ആലോചിച്ച് കുറേ സമയം വെറുതെ വേസ്റ്റാക്കി കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടിയപ്പോൾ ഇന്ന് എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ടൈം ടേബിൾ എഴുതി വെച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടൈം ടേബിളിൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, അതേപോലെ തന്നെ കെമിസ്ട്രി, കേരള റിനൈൻസൻസ്, പിന്നെ കറണ്ട് അഫെയർ പഠിക്കണം, അതേപോലെ തന്നെ SCERTയുടെ പോർഷൻസ് നോക്കണം, പിന്നെ മാത്സ് നോക്കണം. ഇതാണ് മെയിനായിട്ട് ഞാനിന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ടൈം ടേബിൾ. അപ്പോൾ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ പഠിക്കാനിരിക്കുകയാണ്. എൻ്റെ റാങ്ക് ഫയലിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. റാങ്ക് ഫയൽ ഭയങ്കരമായിട്ടൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമേ പഠിച്ചു വന്നിരുന്നത് പണ്ട് എൻ്റെ റാങ്ക് ഫയലായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം എന്നൊന്നും അറിയാത്ത സമയം ഞാൻ സെൽഫ് സ്റ്റഡി പഠിച്ച് തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ റാങ്ക് ഫയൽ വെച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴാണെങ്കിലും എന്തൊരു സംഭവം പഠിക്കുമ്പോഴും ടോപ്പിക് വൈസ് പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ കാണിക്കുന്നത് ഏറ്റവും ഫസ്റ്റത്തെ റാങ്ക് ഫയലാണ്. പണ്ടത്തെ ടാലൻറ്റിൻ്റെ ഒരൊറ്റ വോളിയുള്ളൊരു റാങ്ക് ഫയൽ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആദ്യമേ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന കാരണം എനിക്ക് എപ്പോഴും ഞാൻ പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് അതിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചാൽ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് പഠിക്കാനായിട്ട് നോക്കുന്നത്. ഒന്നും കൂടിയും സിലബസ് നമ്മൾ ചെക്ക് ചെയ്യണം, എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ എന്തോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര നെഗറ്റീവായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്നാണെങ്കിലും പഠിക്കാമെന്ന് വെച്ചിരുന്നാൽ കൂടിയാണെങ്കിൽ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് തലയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നല്ല, ഈ പറഞ്ഞ മാതിരി കുറേ നാളായല്ലോ PSC എന്ന് പറഞ്ഞിരിക്കുന്നു, ഇത് വേറെ ഒരു ജോലി നേടാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള സങ്കടം മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ള കുറേ പേർക്ക്, വീഡിയോ കാണുന്ന കുറേ പേർക്ക് അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണത് അല്ലേ? നമ്മളാണെങ്കിലും പഠിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ പ്രശ്നം എന്തുകൊണ്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ജോലി നേടാൻ പറ്റാത്ത എന്നുള്ള പ്രശ്നം നമ്മളുടെ പ്രശ്നം നമ്മൾ തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലായിരിക്കാണ് എൻ്റെ പ്രശ്നം. കാരണം ഞാൻ ഈ പറഞ്ഞ മാതിരി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. PSCനെ സംബന്ധിച്ച് അതിപ്പോൾ ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിക്കോട്ടെ ആരായാലും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലാ പ്രിലിംസ് എഴുതും, എല്ലാ പ്രിലിംസ് അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സാവും, പിന്നെ അവിടെ ഇടും, പിന്നെ വീണ്ടും അതിൻ്റെ മെയിൻസ് വരുമ്പോഴാണ് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിരുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പഠിക്കുന്ന പോർഷൻസ് ഒക്കെയും ഞാൻ ഒരു സമയത്ത് പഠിച്ച് പച്ചവെള്ളം പോലെ പഠിച്ചിരുന്ന സാധനങ്ങളാണ്. ഏതൊർക്കത്തിൽ ചോദിച്ചാൽ പോലും ഞാൻ പഠിച്ച് ഇരിക്കുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു ഫീലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് ഈ പഠിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊക്കെ മറന്നുപോയി. PSCയിൽ അങ്ങനെയാണ് ശരിക്കും. നമ്മളൊരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര വലിയൊരു ദോഷമാണ്, ദോഷകരമായിട്ടാണ് നമ്മളെ ബാധിക്കാൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് സങ്കടം വരായിരുന്നു. ഇത്ര നാളായില്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര എഫേർട്ട് ഇട്ടിരുന്നതാണ്, വന്നിട്ട് ഞാൻ പിന്നെയും എന്തുകൊണ്ടാണ് നിർത്തിയത് എന്നൊക്കെയുള്ള ആലോചിച്ചിട്ട് മനസ്സ് ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വിഷമിക്കാതിരിക്കാൻ വെച്ചാൽ നമ്മൾ വിഷമിച്ചിരിക്കൽ എങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിപ്പോൾ ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ഞാൻ പറയുമെന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുള്ളൂ. കാരണം നമ്മൾ വിഷമിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എപ്പോഴും നല്ല വാർത്തകളൊന്നും അല്ലേ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ മാതിരി റാങ്ക് ലിസ്റ്റ് നല്ല റാങ്ക് കിട്ടിയിട്ട് പോലും ജോലി കിട്ടാത്തൊരവസ്ഥ, നിയമനങ്ങൾ നടക്കാത്തൊരവസ്ഥ, അങ്ങനെ കുറേ നെഗറ്റീവ് ന്യൂസുകളിലൂടെ തന്നെയാണ് എപ്പോഴും ഒരു PSC ഉദ്യോഗാർത്ഥി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ നെഗറ്റീവ് മാത്രം അടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ? കാരണം നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. പലപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ പോകാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ PSCനെ കൊണ്ട് ശരിയാവും തോന്നുന്നില്ല. ഇനിയും PSC എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഇങ്ങനെ തീർന്നു പോകത്തേ ഉള്ളൂ എന്ന് പലപ്പോഴും എനിക്ക് സങ്കടം അത്രയും വന്നിട്ട് തോന്നാറുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ആലോചിക്കും, അങ്ങനെ വിചാരിച്ചാൽ ഇത്രയും നാൾ ഞാൻ PSCക്ക് ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ സമയം, ഞാൻ അതിന് വേണ്ടി എടുത്ത ലൈഫ് പോയിട്ട് അതൊക്കെ ഒന്നും അല്ലാതായി പോകും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചിന്തയിൽ കൂടെ ഒക്കെ പോയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ പലരും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഇത്ര നാളത്തെ നമ്മളുടെ എഫേർട്ടിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും PSCക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആ സമയത്തെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഒരു വട്ടം കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്താലോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയാലോ? അതായിരിക്കില്ല ഏറ്റവും നല്ലൊരു കാര്യം.
അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ പോർഷൻസൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. കുറേ നാളായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കിയിട്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴാണ് കൂടുതൽ ഞാൻ ഇത്രയും ലോ ലെവലായല്ലോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ഞാൻ എൻ്റെ ഇപ്പോൾ സിലബസിനുമായി ബന്ധപ്പെട്ട പ്യൂണി എടുത്ത് നടന്ന പ്യൂണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്ത് നോക്കിയത്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കേട്ടോ. ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് തന്നെ പറയാം. പക്ഷേ എന്നിട്ട് കൂടി ഞാൻ എൻ്റെ മാർക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായി പോയി. കാരണം എന്താ വെച്ചാൽ നല്ലപോലെ നെഗറ്റീവ് ഉണ്ട്. അറിയാവുന്ന പല ക്വസ്റ്റ്യൻസും, അതായത് അറിയുന്നതിൻ്റെ പോലും ആൻസർ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അത്. കാരണം കുറച്ച് മുമ്പ് വരെ തന്നെ ഇപ്പോൾ ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു 100 മാർക്കിലൊരു 85ഉം 90 മാർക്ക് വരെയൊക്കെ മേടിച്ചിട്ടേ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുമ്പോൾ എന്തോ നല്ലൊരു സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ നിലവാരം മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ PSCയുടെ പാറ്റേൺ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചോദ്യം വരുന്നത്, ഏത് സോഴ്സിൽ നിന്നാണ് പ്രധാനമായി ചോദിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇതൊരു ചാലഞ്ച് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത്ര മാർക്കുള്ളൂ, ഇനി നമ്മൾ ചെയ്ത് നമ്മളുടെ മുൻപത്തെ മാർക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എത്ര മാർക്ക് എനിക്ക് വാങ്ങിക്കാൻ കഴിയുമെന്ന് അറിയാനായിട്ട് ഞാനിതൊരു ഇപ്പോൾ ഒരു ചാലഞ്ചായിട്ട് എടുത്തേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാത്തത് SCRT പോർഷനാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് പഠിച്ചത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് ആ ക്ലാസ്സുകളിലത്തെ പാഠങ്ങൾ മെയിനായിട്ട് ഇന്ന് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടിയും ഓർത്തിരിക്കാനും കണക്ട് ചെയ്ത് വയ്ക്കാനും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം SCRTയിലത്തെ പ്രധാനമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററി 6ാം ക്ലാസ്സിലത്തെയും 7ാം ക്ലാസ്സിലൊക്കെ നല്ലപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ള പാഠഭാഗങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലത്തെ പ്രധാനമായിട്ടും കവർ ചെയ്ത് പോവുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ അതേപോലെ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോൻ്റെ കമൻറ്റിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ടൈം ഒരു ആവറേജ് പഠിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ടൈം എടുക്കും സിലബസ് കവർ ചെയ്യാമെന്ന്. അങ്ങനെ സമയത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. ഒരു സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇടുന്ന എഫേർട്ട് പോലെ ഇരിക്കും അല്ലേ. ഇപ്പോൾ എത്ര നന്നായി പഠിക്കുന്ന, ശരിയാണ്, ഇപ്പോൾ നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലാവില്ല പഠിച്ചാൽ കിട്ടുന്ന ഒരു കഴിവെന്ന് പറയുന്നത്. ഇപ്പോൾ ചിലവർക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വട്ടം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 2 വട്ടം കൊണ്ടൊക്കെയോ അത് ഓക്കെ ആയിരിക്കാം. പക്ഷേ നേരെ മറിച്ച് ബാക്കി മറ്റു ചിലർക്ക് എന്ന് വെച്ചാൽ കുറേ ടൈം അല്ലേ. ഇപ്പോൾ ഒരേ സംഭവം തന്നെ ഇങ്ങനെ പിന്നെയും പഠിച്ചാലാണ് തലേ കയറുള്ളൂ. ഞാനൊക്കെ അങ്ങനെ പെട്ടെന്ന് പഠിച്ചാൽ തന്നെ തലേ കയറുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. പിന്നെയും റിവൈസ് ചെയ്ത് അങ്ങനെ കുറേ വട്ടം റിവൈസ് ചെയ്താലാണ് എൻ്റെ തലയിൽ ഒരു കാര്യം കയറുക. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ എഫേർട്ട് പോലെ ഇരിക്കും. നമ്മളൊരു പഠിക്കുന്ന ഒരു സാധനം എനിക്ക് പറയാനുള്ളത്, എന്താണ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു പേജ് പഠിച്ചുള്ളെങ്കിലും അത് വൃത്തിയായി പഠിക്കുക. അതേപോലെ തന്നെ അത് റിവൈസ് ചെയ്യാൻ മറക്കരുത്. റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മളത് കുറച്ച് ചെയ്യുമ്പോൾ മറന്നു പോകും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പഠിച്ചധികം തലയിൽ നിൽക്കാത്ത ഒരാളുടെ അങ്ങനെയുള്ളവരെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എത്ര നാൾ എടുക്കും എന്നുള്ളത് പരമാവധി സിലബസ് നമ്മൾ പഠിക്കുന്ന സാധനം വൃത്തിയിൽ പഠിക്കുക, അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ സിലബസ് കയ്യിലിട്ട് 1 മാസം കൊണ്ട് സിലബസ് തീർക്കണം, അങ്ങനെ ഓടിപ്പടഞ്ഞ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് സാധനം പഠിക്കുന്നു, ഒരു ടോപ്പിക്കോ പഠിക്കണുള്ളൂ എങ്കിൽ അത് വൃത്തിയായിട്ട് പഠിക്കുക, അത് തെറ്റുകൂടാതെ പഠിക്കുക. അതായത് തെറ്റ് ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതേപോലെ തന്നെ കുറേ കോഡുകൾ, ഇപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് മറന്നു പോകുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടേതായ തരത്തിലുള്ള കോഡുകളൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലുകൾ നോക്കിയാലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കോഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രീതിയിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കോഡുകൾ ഉണ്ടാക്കി വെക്കും. പക്ഷെ അത് ഉണ്ടാക്കിയത് അപ്പൻ അവിടെ എഴുതിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. അപ്പോൾ പിന്നെ നമ്മൾ നാളെ മേലൊക്കെ ആ ടോപ്പിക് എടുത്ത് പഠിക്കാൻ ബുക്ക് തുറക്കുന്ന സമയത്ത് ആ കോഡ് അവിടെ കാണുമ്പോൾ നമുക്ക് ആ സംഭവം എപ്പോഴും മെമ്മറിയിൽ നിൽക്കും. ഞാൻ അങ്ങനെയാണ് എപ്പോഴും കോഡുകൾ ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ തമാശ രീതിയിൽ ഒക്കെ ഓരോ കോഡുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കോഡ് ഉണ്ടാക്കുമ്പോൾ ഓർത്തിക്കാൻ എളുപ്പം എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ അങ്ങനെ കോഡ് ഉണ്ടാക്കി പഠിക്കാട്ടോ. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു കോമഡി ടൈപ്പ് കോഡുകളും അല്ലെങ്കിൽ ഒരു പാട്ട് പോലെയൊക്കെയാണ് ഞാൻ കോഡുകൾ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനത്തെ കോഡ് എഴുതി വയ്ക്കുമ്പോഴായിരിക്കും എളുപ്പം എന്നുള്ളത് നമ്മൾ സ്വയം പഠിച്ച് മനസ്സിലാക്കി എഴുതി പഠിക്കായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കേരള നവോത്ഥാനം പഠിക്കാതിരിക്കാം. കാരണം ഇന്നത്തെ എൻ്റെ ടൈം ടേബിളിൽ ഇനി കേരള നവോത്ഥാനം ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അഫെയർ ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കേരള നവോത്ഥാനം തന്നെ എടുക്കാം. അപ്പോൾ കേരള നവോത്ഥാനം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരണത്, ഞാൻ ആദ്യം PSC നമ്മൾ അത്രയും സീരിയസ് ആയി പഠിച്ചു തുടങ്ങി ആ ഒരു സമയം, അതായത് സെൽഫ് സ്റ്റഡി തന്നെയായിരുന്നു കേട്ടോ ആ സമയത്തും. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് പഠിച്ചു തീർത്ത, ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർത്ത ഒരു ടോപ്പിക്കായിരുന്നു കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. കാരണം എനിക്കറിയാം കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണ് കേരള നവോത്ഥാനം. കാരണം 19 കേരള നവോത്ഥാന നായകന്മാരൊക്കെ ഉണ്ട്. അതുകൂടാതെ അവരുടെ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറയണത് നമ്മൾ ബുദ്ധിമുട്ടായെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടായിട്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത്ര കഷ്ടപ്പാടൊന്നും തോന്നിയില്ല പഠിക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് പറയാൻ, പ്രത്യേകിച്ച് നവോത്ഥാനമൊക്കെ പഠിക്കുമ്പോൾ അപ്പം തന്നെ ഒറ്റയടിക്ക് ഓക്കെ ഇന്ന് കേരള നവോത്ഥാനം പഠിക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ 2 or 3 പേരെ എടുക്കും, ആ പഠിക്കുന്നവരെ വൃത്തിയായിട്ട് പഠിക്കും. കേരള നവോത്ഥാനമൊക്കെ ഒരു സമയത്ത് നല്ലപോലെ ചോദ്യം PSC ചോദിച്ചിരുന്നതാണ്. ഒരു സമയത്തൊന്നല്ല, ഇപ്പോഴും ഈ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദ്യങ്ങൾ ഇപ്പോഴും കാണാറുണ്ട്, നവോത്ഥാന നായകന്മാരുടെ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ
നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാൾ അല്ലെങ്കിൽ ഒരാൾ ഒരു ദിവസം പഠിച്ചാൽ മതി. ഒരാൾ പഠിക്കണുള്ളെങ്കിലും നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഇത്ര പേരെ വെച്ച് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് നോക്കും. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കും എത്രയാണ് ചോദ്യം ശരിയാവുന്നുണ്ട്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഹരമായി മാറും. അത് നമുക്ക് നല്ല ഫുള്ള്, അതായത് ഏതൊക്കെ നമുക്ക് കിട്ടാത്തത്, നമ്മൾ കേൾക്കാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ നവോത്ഥാനം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫുള്ള് എഴുതിയിട്ടേക്കാണ്. എൻ്റെ പഴയ ബുക്കിലായാലും പിന്നെ എനിക്ക് അതേപോലെ തന്നെ ഒരു നോട്ട് ബുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഫുള്ള് എഴുതിയിട്ടേക്കാണ് എന്തോരാണ് കോഡുകളായാലും വർഷങ്ങളായെങ്കിലും ഓരോന്ന് സ്ഥാപിച്ചതും അങ്ങനെയായിട്ടുള്ള വർഷങ്ങൾ, ജനനവർഷം, മരണവർഷം, അങ്ങനത്തെ വർഷങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. അത്രയ്ക്കധികം ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് നവോത്ഥാനം. അതാണ് എൻ്റെ ആ ബുക്കുകളിൽ കാണുന്നത് കേട്ടോ. ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് നേരമായി പഠിക്കാതിരിക്കുന്നത് കാരണം ഞാൻ വെച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കറണ്ട് അഫെയർ പഠിക്കാനുണ്ട്, കെമിസ്ട്രി നോക്കാനുണ്ട്, അതുപോലെ തന്നെ മാത്സ് ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ട്. കറണ്ട് അഫെയർ പഠിക്കാൻ നല്ല മടിയുള്ള ഒരാളാണ് ഞാൻ. മടിയെന്ന് പറയാൻ വെച്ചാൽ കുറേ ഉണ്ടല്ലോ പഠിക്കാനായിട്ട്. പക്ഷേ അങ്ങനെ മടി വിചാരിച്ചിട്ട് കാര്യമില്ല. 20 മാർക്കാണ് എൻ്റെ സിലബസിൽ കറണ്ട് അഫെയറിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതേപോലെ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫെയർ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാൽ ഒരു കറണ്ട് അഫെയറിന് വേണ്ടി ഒരു ബുക്ക് എടുത്തിട്ട് അതിലെഴുതിയിട്ട്, ഇപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനലുകളിൽ PDF കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ PSC ബുള്ളറ്റിൻ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ തന്നെ കറണ്ട് അഫെയർ ഒക്കെ ചെയ്ത് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പോയിൻറ്റ്സ് ആക്കി എഴുതി അങ്ങനെയാണ് കറണ്ട് അഫെയർ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.